السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من جلسات دروس اللغة، القسم الثاني من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. أنا ربيع العربي ഭാഷാ പഠന പദ്ധതിയുടെ മൂന്നാം സെമസ്റ്റർ രണ്ടാം ഭാഗത്തിലാണ് നാം ഉള്ളത്. ഇത് ഖുർആൻ പഠനത്തിനൊഴിയുടെ സബ്സിഡിയറി പ്രൊജക്റ്റാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. എല്ലാ ഭാഗത്തും നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ ഭാഗത്തും മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മെല്ലാം ചൂഴ്ന്ന് നിൽക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യം നമ്മിൽ എപ്പോഴും വർഷിക്കുമാറാകട്ടെ. നമ്മൾ എവിടെയായിരുന്നു നിർത്തിയത് എവിടെയായിരുന്നു? കുറച്ചുകൊണ്ട് നൗഫലിന്റെ സൗണ്ട് കേട്ടിട്ടില്ലായിരുന്നു. രണ്ട് ക്ലാസ് മിസ്സായി. പിന്നെ കുറെ ആൾ കഴിഞ്ഞിട്ടാണ് നോക്കുമ്പോഴത്തേക്ക് ഇന്ന സൗണ്ട് കേട്ടില്ല എന്ന് ഓർമ്മ. ഓക്കെ, അപ്പൊ മഹത്തായ വിജയത്തിലാണ് നമ്മൾ നിർത്തിയത്. അപ്പൊ നമ്മള് 3+ ക്രിയകളാണ്, 3 അടിസ്ഥാന അക്ഷരങ്ങളോടൊപ്പം അധിക അക്ഷരങ്ങളുള്ള ക്രിയകളുടെ പല ഗ്രൂപ്പുകളും ഇതിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അൽ-മുദരിസ് ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. യാ അബാ ബക്രിൻ മത്തിജാറത്തുല്ലതി ദല്ലന അല്ലാഹു തആല അലൈഹ. അബൂബക്കറിനോട് ചോദിക്കുകയാണ്, യാ അബാ ബക്കർ മത്തിജാറത്തു, എന്താണ് കച്ചവടം? അല്ലതി ദല്ലന. എന്തുകൊണ്ടാണ് അല്ലത്തി ഉപയോഗിച്ചത്? തിജാറത്ത്. തിജാറത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട്. അപ്പൊ അല്ലത്തി എന്ന് പറയുന്നത് എന്താണ്? അല്ലത്തി യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? നമ്മൾ ഇംഗ്ലീഷ് എന്ത് പറയും? പരസ്പരം ബന്ധപ്പെടുന്നതാണ്. റിലേറ്റീവ് പ്രോനൗൺ, വിച്ച് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ തിജാറ എന്ന് പറയുന്നത് എന്താണ്? തിജാറത്തു എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. വാട്ട് ഈസ് ദ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഫ്രൈസ് നമുക്ക് പറയാം. ആ ഫ്രൈസിനെയും ദല്ലന അല്ലാഹു തആല എന്ന ഫ്രൈസിനെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നതാണ് എന്ത്? അല്ലത്തി. ബന്ധപ്പെടുത്തി. അപ്പോ തിജാറത്ത് എന്ന് പറയുമ്പോൾ തിജാറത്തിന്റെ വിശേഷണമായിട്ടായിരിക്കും അല്ലത്തി വരിക. അപ്പോ അതിനാൽ തന്നെ അതിന്റെ ജെൻഡറും നമ്പറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അല്ലത്തി. ഇനി അല്ലദീന അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് പദം വന്നാലും അതേപോലെ നോക്കുക. അല്ലദീ, അല്ലദീന, അല്ലത്തി, അല്ലാത്തി, ഇതെല്ലാം എന്താണ്? റിലേറ്റീവ് പ്രോനൗൺസ് ആണ്. അൽ അസ്മാഉൽ മൗസൂല എന്നാണ് പറയുന്നത്. വസല എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടുത്തി, എത്തിച്ചു. മുവാസലാത്ത് അറിയാമല്ലോ, ബന്ധപ്പെടുത്ത്, കണക്ടിവിറ്റി. അപ്പോ അൽ അസ്മാ നാമം, അൽ അസ്മാഉൽ നാമങ്ങൾ, അസ്മാഉൽ മൗസൂല, ഇസ്മു മൗസൂല എന്നാണ് ഇതിന് പറയുന്ന പേര്. ഓക്കെ, അപ്പൊ എന്ത് തിജാറത്താണ് അള്ളാഹ് നമുക്ക് അറിയിച്ചു തന്നത്? അല്ലത്തി ദല്ലന അല്ലാഹു തആല അലൈഹ. ഏതൊന്നിന്റെ പേര് അല്ലെങ്കിൽ അതിനെ കുറിച്ച്?
അപ്പൊ വീണ്ടും അതിചാരത്തിലേക്കാണ് അലൈഹ പോകുന്നത്. ദല്ലന അള്ളാഹു, അള്ളാഹു ദല്ല അറിയിച്ചു. ദല്ല അറിയിച്ചു. ദല്ലന എന്ന് പറയുമ്പോൾ അതിന്റെ മഫ്ഊലും ബിഹിയാണ്. ഞങ്ങളെ അറിയിച്ചു. പക്ഷെ ഫായില് പിന്നീട് വരുന്നത് അള്ളാഹ്, ലഫ്ദുൽ ജലാലത്താണ് അതിന്റെ ഫായില്. അള്ളാഹു തആല അലൈഹ, ഏതൊന്നിനെ കുറിച്ചാണോ. അപ്പൊ വീണ്ടും അലൈഹ എന്ന് പറഞ്ഞപ്പോ തിജാറത്തിലേക്ക് മടങ്ങി. ഇനി ഇവിടെ തുടക്കത്തിൽ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം, ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം എന്ന് പറഞ്ഞു. തീർച്ചയായും അള്ളാഹ് പുറത്തു വരുന്നവനും കാരുണ്യവാനുമാണ്. ഇവിടെ ഇന്ന മാറ്റിയാൽ എന്തായിരിക്കും നാമം, എന്തായിരിക്കും വാക്യം? അല്ലാഹു അല്ലാഹു അള്ളാഹു ഗഫൂറിന് നല്ല യഥാർത്ഥം. ഇവിടെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഇന്നയും ലായും മാറ്റി നിർത്താം. ഇന്നയും ലായും, ല ഗഫൂറിന് എന്ന് പറഞ്ഞ ലായും മാറ്റി നിർത്താം. എന്നിട്ട് നമ്മൾ നോക്കിയാൽ അള്ളാഹു ഗഫൂറുൻ എന്ന് കിട്ടും. അള്ളാഹു ഗഫൂർ. ക്യാമറയിൽ തണുപ്പ് കൊണ്ട് ഫംഗസ് പിടിച്ചിരിക്കുക കേട്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറുള്ളൂ. അപ്പോ ലാ പോയി കഴിഞ്ഞാൽ ലായും ഇന്നയും പോയാൽ അള്ളാഹു ഗഫൂർ എന്താണ് മുഫീദ, എന്താണ് ഒരു പൂർണ്ണ വാക്യം. അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. റഹീം പിന്നെ അതിന്റെ കൂടെ ഒരു വാക്കൂടെ ബദൽ എന്നാണ് പറയാം. ഗഫൂറാണ്, റഹീമുമാണ്. അപ്പോ ആദ്യം നമ്മൾ ഇതിൽ കൊണ്ടുവരിക ലായ, ആദ്യം കൊണ്ടുവരിക ലായ. ലായ കൊണ്ടുവരുമ്പോൾ ലല്ലാഹു ഗഫൂറുൻ എന്നാവും വാക്യം. എന്താവും? ലല്ലാഹു ഗഫൂറുൻ. ലായുടെ അർത്ഥം എന്താ? ലായുടെ അർത്ഥം തീർച്ചയായും, തീർച്ചയായും എന്ന അർത്ഥത്തിലുള്ള ലായാണ്. ലല്ലാഹു ഗഫൂർ, തീർച്ചയായും അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനാണ്. ഈ ലായുടെ പേരാണ് ലാമുൽ ഇബ്തിദാ. ലാമുൽ ഇബ്തിദാ, ഇൻട്രോഡക്ടറി ലാം, സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്ന ലാം. തീർച്ചയായും എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ലാമു തൗക്കീദ് ലാമു തഅക്കീദ് എന്ന് പറയാം. ലാമുൽ സെന്റൻസിന്റെ തുടക്കത്തിൽ വരുമ്പോൾ അത് ലാമുൽ ഇബ്തിദായി മാറും. എല്ലാവരും അറ്റൻറ്റീവ് ആണല്ലോ അല്ലേ? അടുത്ത കാര്യം പറയണമെങ്കിൽ ഇത് ക്ലിയർ ആവണം. ലാമുൽ ഇബ്തിദായ സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്നതാണ്. അത് ജുംലയുടെ അല്ലെങ്കിൽ സെന്റൻസിന്റെ തുടക്കത്തിൽ വരും. തീർച്ചയായും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ലല്ലാഹു ഗഫൂറുൻ എന്നാണ് വാക്യം. ലല്ലാഹു ഗഫൂർ. ഇനി വേറെ എന്തെങ്കിലും ഉദാഹരണം വരെ നമുക്ക് പറഞ്ഞു നോക്കാം. അപ്പൊ കുറെ കൂടെ ക്ലിയർ ആവും. തീർച്ചയായും നമ്മൾ അങ്ങനെ ഒരു വാക്യം നമ്മൾ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് അപരിചിതമായി തോന്നുന്നത്. ഈ ലല്ലാഹു ഗഫൂറുൻ എന്ന വാക്യത്തോട് ഒപ്പം ഇന്ന ചേർക്കണമെങ്കിൽ, അതായത് ഹർഫ് തഅക്കീദായ ഇന്ന, തീർച്ചയായും എന്ന അർത്ഥത്തിലുള്ള ഇന്ന ചേർക്കണം. ഇന്ന ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഇന്നയെ അവിടെ ആദ്യം കൊണ്ട് നിർത്തും. പിന്നീട് അല്ലാഹു ഗഫൂറുൻ എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ലല്ലാഹു ഗഫൂറുൻ എന്ന് പറഞ്ഞപ്പോൾ മുബത്തദ ഏതാണ്, ഖബർ ഏതാണ്? ലഫ്ദുൽ ജലാലത്താണ് മുബത്തദ, ഇൻട്രൊഡക്ടറി പാർട്ട്. ഗഫൂർ എന്ന് പറയുന്നത് അതിന്റെ ഖബറാണ്, ആ ജുംലയുടെ ഖബറാണ്. ഓക്കെ, അപ്പോ മുബത്തദയുടെ കൂടെ ആയിരുന്നു ലാമു തഅക്കീദ് ഉണ്ടായിരുന്നത്, ലല്ലാഹു ഗഫൂർ. ഇന്ന വന്നപ്പോ എന്ത് ചെയ്യും? ഇന്നയെ അവിടെ നിർത്തിയിട്ട്, ഇന്ന എന്താണ്? ഇന്നയുടെ അർത്ഥം എന്താ? തീർച്ചയായും. ഇദാമിന്റെ ലാമു തഅക്കീദിന്റെ അർത്ഥം തീർച്ചയായും. രണ്ട് തഅക്കീദ് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ട് തഅക്കീദ് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇബ്തിദാഇന്റെ കൂടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മുബത്തദയുടെ കൂടെ ഉണ്ടായിരുന്നില്ല, എന്ത് ചെയ്തു? ഖബറിന്റെ കൂടെ കൊണ്ടുചേർന്നു. മുബത്തദയുടെ കൂടെ ഉണ്ടായിരുന്നില്ല, ഖബറിന്റെ കൂടെ ചേർന്നു. അപ്പൊ എന്തായി? ഇന്ന അവിടെ വെച്ചു, ഇന്നല്ലാഹ ഗഫൂർ. ഇന്നയുടെ
ഇന്ന വന്നത് കൊണ്ട് മുബത്തദിക്ക് എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. അതുകൊണ്ട് നസ്ബ് ചെയ്തു. ലാം ഇപ്പുറത്ത് കൊടുത്തു. ലഗഫൂർ. ഓക്കെ. അറബി ഭാഷയുടെ ഒരു സവിശേഷതയാണ് എന്ത് ചെയ്യാൻ? ഡബിൾ സ്ട്രെസ് ഉപയോഗിക്കാം എന്നത്. ഡബിൾ സ്ട്രെസ് ഉപയോഗിക്കാം, പക്ഷെ അത് രണ്ടും കൂടെ ഒരു സ്ഥലത്തല്ല വയ്ക്കുക. നമ്മൾ പറഞ്ഞ അറബി ഭാഷ അള്ളാഹ് തിരഞ്ഞെടുക്കാൻ, ഖുർആൻ അവതരിപ്പിക്കാൻ അള്ളാഹ് അറബി ഭാഷ തിരഞ്ഞെടുക്കാൻ ഒരുപാട് പ്രത്യേകതകളുണ്ടാവും, ഒരുപാട് കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളിൽ ഒരു കാരണമാണ് അറബി ഭാഷയുടെ ഇന്റൻസിറ്റി, അതിന്റെ തീവ്രത. തീവ്രമായ ഒരു സംഗതി തീവ്രമായ രീതി പറയണമെന്നുണ്ടെങ്കിൽ പറയുന്ന വാക്കിൽ നിന്ന്, ചിലപ്പോൾ നമ്മൾ സംഭാഷണത്തിന്റെ ശൈലിയിൽ നിന്നായിരിക്കും അതിന്റെ തീവ്രത മനസ്സിലാക്കുക. ഇവിടെ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ വാക്യം കേൾക്കുമ്പോൾ അതിന്റെ തീവ്രത എങ്ങനെ മനസ്സിലാകും? വാക്യം വായിക്കുമ്പോൾ തീവ്രത എങ്ങനെ മനസ്സിലാകും? അതിന് ആ തീവ്രതയുടെ ഭാഷ പ്രയോഗം തന്നെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എന്ത് ചെയ്തു? തഅക്കീദിന്റെ എന്ത് ചെയ്തു? ഖബറിന്റെ കൂടെ കൊടുത്തു. പിന്നീട് തഅക്കീദിന്റെ ഇന്ന തുടക്കത്തിൽ വെച്ചു. തഅക്കീദിന്റെ ഇന്ന തുടക്കത്തിൽ വയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് തഅക്കീദിന്റെ ഇന്ന തുടക്കത്തിൽ വെച്ചതും പിന്നീട് ആ തുടക്കത്തിലുണ്ടായിരുന്നില്ല എന്ത് ചെയ്യാം? ഖബറിന്റെ കൂടെയും ഉപയോഗിക്കാം. അതുകൊണ്ട് അതിന് ഖബറിന്റെ കൂടെ വെച്ചു. ഈ ലാമിന് ഒരു പേരുണ്ട്, പുസ്തകത്തിൽ പറയുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളത് പഠിപ്പിക്കുന്നത്. ഈ ലാമിന് ഒരു പേര്. അപ്പൊ ഈ ലാമിന് ആ സ്ഥാനം മാറ്റി കഴിയുമ്പോൾ ലാമിന്റെ പേരാണ് ലാമുൽ മുസഹിലഖ. പിന്നീട് അങ്ങോട്ട് വരുന്നുണ്ട്. സ്ഥാനഭ്രംശം സംഭവിച്ച ല എന്ന് പറയും. ലാമുൽ മുസഹിലഖ. സഹിലഖ മുസഹിലഖ. സ്ഥാനഭ്രംശം സംഭവിച്ച ല. നമ്മൾ ഇപ്പൊ നമ്മുടെ പഠനത്തിന്റെ ഒരു ഒന്ന് രണ്ട് സ്റ്റേജ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഉയർന്ന സ്റ്റേജിലാണ്. അപ്പൊ നമ്മൾ കാര്യങ്ങൾ എവിടെ കണ്ടാലും സംഗതി എന്താണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ ഈ ലായ യഥാർത്ഥത്തിൽ മുബത്തദയുടെ കൂടെ ഉണ്ടായിരുന്ന ലായാണ്. അവിടെ മുബത്തദയുടെ കൂടെ വേറെ ഒരു സ്ട്രെസ്സിങ് വന്നപ്പോഴാണ് ഇതിനെ ലാ എന്ത് ചെയ്തത്? ഖബറിന്റെ കൂടെ ചേർത്തത്. പിന്നെ അല്ലാഹു ലഗഫൂർ, തീർച്ചയായും അള്ളാഹ് പുറത്തു കൊടുക്കുന്നവൻ തന്നെയാണ്. റഹീം എന്നുള്ളത് വിശേഷണമല്ലല്ലോ, ബദലാണ്. ബദല്. ബദൽ എന്ന് പറയും. ഒരു കാര്യം കൂടെ പറയുക. അതെ അതെ. ഒരു കാര്യം എന്താണ് പറഞ്ഞത്? അല്ലാമുൽ മുസഹിലഖ. അത് എഴുതിയ ഭാഗം വായിക്കണം. ഇത് എഴുതിയ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേണം. മുസഹിലഖത്തുൻ വരും, എഴുതിയ ഭാഗം വരും. ഇപ്പൊ ഓർമ്മിച്ചേക്കുക. എഴുതിയ ഭാഗം വരുമ്പോഴത്തേക്ക് നമുക്ക് അത് കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് കൊടുക്കാം. അതെ അതെ, ഇൻഷാ അല്ലാഹ്. യാ അബാ ബക്കർ മത്തിജാറത്തു അല്ലതി ദല്ലന അല്ലാഹു തആല അലൈഹ. എന്ത് കച്ചവടമാണ് അല്ലാഹ് പഠിപ്പിച്ചു തന്നത് നമുക്ക്? അബൂബക്കർ. അപ്പൊ കച്ചവടം ഉണ്ട് ഖുർആനില്, കേട്ടാ. ഖുർആനിൽ എല്ലാ കച്ചവടവും ഉണ്ട്. നഷ്ടം സംഭവിക്കാത്ത കച്ചവടത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ ഖുർആനിൽ? തിജാറത്തൻ ലൻ തബൂർ. നഷ്ടം സംഭവിക്കാത്ത കച്ചവടം. ഓക്കെ. അബൂബക്കർ ഹിയൽ ഈമാനു ബില്ലാഹ്. അബൂബക്കർ പറഞ്ഞു, എന്താണത്? അത് അൽ ഈമാനു ബില്ലാഹ്. അൽ ഈമാനു ബില്ലാഹ്, അള്ളയിൽ വിശ്വസിക്കലാണ്. വ റസൂലിഹി, അവന്റെ ദൂതനിൽ വിശ്വസിക്കലാണ്. അപ്പോ തിജാറത്തിന്റെ പാർട്ട് 1 അൽ ഈമാനു ബില്ലാഹ് വ റസൂലിഹി, അവന്റെ അള്ളയിലും അവന്റെ റസൂലിലും വിശ്വസിക്കലാണ്. രണ്ടാമത്തെ പാർട്ട് വൽ ജിഹാദു ഫീ സബീലില്ലാഹി ബിന്നഫ്സി വൽ മാൽ. വൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. ബിന്നഫ്സി വൽ മാൽ, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും. ജിഹാദ് എന്താണ് നമ്മൾ പല ക്ലാസ്സുകളിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ജിഹാദിലേക്ക് നമ്മൾ പോകും. ജിഹാദ് ചെയ്യുക. ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ. ബിന്നഫ്സി, ശരീരം കൊണ്ടും. വൽ മാൽ, സമ്പത്ത് കൊണ്ടും. വൽ മുദരിസ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ജിഹാദ് എന്ന വാക്കാണ് കേട്ടോ. ജിഹാദ്, ജാഹദ യുജാഹിദു, ഇതിന്റെ എന്താണ് ജിഹാദ്? ക്രിയാധാതുവാണ് ജിഹാദ്. അതിന് വേറൊരു ക്രിയാധാതു ഉണ്ട്. എന്താണ്?
ജാഹദ യുജാഹിദുവിന്റെ ക്രിയാധാതു മുജാഹദത്തുൻ. മുജാഹദത്തുൻ വജിഹാദ്. അപ്പൊ ജാഹദ എന്ന് പറഞ്ഞ ഇടയിൽ അലിഫുള്ള 3+ ക്രിയ ജാഹദ. അപ്പൊ അതിന് 2 ക്രിയാധാതുക്കൾ ഉണ്ടാവും. ഒന്ന് ജിഹാദിന് എന്ന ക്രിയാധാതുവാണ്. ഒന്ന് മീമ് മസ്ദർ മീമി എന്ന് പറയും. മീമുള്ള മസ്ദർ ക്രിയാധാതു. മീമുള്ള ക്രിയാധാതു എന്താണ്? മുജാഹദത്തുൻ എന്നാണ്. അത് മീമില്ലാത്ത ക്രിയാധാതു ജിഹാദ്. മുജാഹദത്തുൻ ജിഹാദുൻ. ഈ 3+ ക്രിയകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവയുടെ പാറ്റേണിൽ ക്രിയാധാതു ആ പാറ്റേണിൽ പെട്ടതാണ്. നമ്മളിപ്പോ ഫതഹ യഫ്തഹുവിന് ക്രിയാധാതു ഫത്ഹൻ എന്ന് പറയുന്നത് ആ ക്രിയയുടെ പാറ്റേണിലുള്ളതല്ല, മറിച്ച് എന്താണ്? ക്രിയാധാതുക്കൾക്ക് വേറെ ഒരു പാറ്റേൺ ആണുള്ളത്. 3 അക്ഷരങ്ങളുള്ള ക്രിയകൾക്ക് ക്രിയാധാതുക്കൾ വേറെ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഫതഹ യഫ്തഹു എന്ന് പറഞ്ഞിട്ട് അതിൽ ഫത്ഹൻ ഉണ്ട്. അതേസമയം നസറ യൻസുറു നസ്റുൻ അതിലുണ്ട് നസ്റുൻ. അതേപോലെ ഫതഹ യഫ്തഹു തന്നെ ഫിഅലുൻ എന്ന് ക്രിയാധാതു വരും. അതേപോലെ അബദ യഅബുദുന് ഇബാദത്തിന് എന്ന് ക്രിയാധാതു ഉണ്ട്. അപ്പൊ 3 അടിസ്ഥാന അക്ഷരങ്ങൾ മാത്രമുള്ള ക്രിയകൾക്ക് ക്രിയാധാതുക്കളുടെ ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. അതിൽ നിന്ന് ഒരു ക്രിയാധാതുവാണ് എടുക്കുക, ഒരു പാറ്റേൺ ആയിരിക്കും അതിന് വരിക. അത് ഫതഹ യഫ്തഹുന് ഫത്ഹുൻ എന്ന് മാത്രമേ വരൂ. അല്ല വേറെ ഒരു ക്രിയാധാതു പാറ്റേൺ എടുക്കാൻ പറ്റില്ല. പക്ഷേ ക്രിയാധാതുക്കൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. അതിൽ നിന്നൊരു പാറ്റേൺ ആയിരിക്കും ഇതിൽ വരിക. അതിന്റെ പാറ്റേൺ, അതിന്റെ ക്രിയാധാതു എപ്പോഴും ആ ക്രിയാധാതു തന്നെ ആയിരിക്കും. അതേസമയം 3+ ക്രിയ വരുമ്പോൾ 3 അക്ഷരങ്ങളോടൊപ്പം അധികാക്ഷരം വരുന്ന ക്രിയകൾ വരുമ്പോൾ ആ ക്രിയയുടെ കൂടെ ഉള്ളതാണ് അതിന്റെ ക്രിയാധാതുവിന്റെ പാറ്റേൺ. അപ്പം ജാഹദ യുജാഹിദു അതിന്റെ പാറ്റേൺ എന്താണ്? ക്രിയാധാതുവിന്റെ പാറ്റേൺ ജിഹാദുൻ എന്നും അല്ലെങ്കിൽ മുജാഹദത്തിൻ എന്നും മാത്രമേ വരുള്ളൂ. അപ്പൊ ഇത് ക്രിയകളുടെ ക്രിയാധാതു പഠിക്കാൻ എളുപ്പമാണ്. ജാഹദ യുജാഹിദു എന്ന് വന്നാൽ എപ്പോഴും, അല്ലെങ്കിൽ ഖാത്തിൽ വന്നാൽ എന്തായിരിക്കും ക്രിയാധാതു? ജാഹദ യുജാഹിദ് പോലെ ആയിരിക്കും ഖാത്തിൽ. അപ്പൊ എന്തായിരിക്കും ക്രിയാധാതു? പിന്നെ മീമുള്ളത് മുഖാത്തലത്തുൻ വഖിതാൽ. അപ്പൊ ആ 2 രീതിയിലാണ് ക്രിയാധാതു. സംഗതി ക്ലിയർ. അതാണ് ഇതിലെ 3+ പദം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിന്റെ അർത്ഥം വരുന്നത് അതേപോലെ തന്നെ മുജാഹിദ് എന്ന് പറയുന്ന പോലെ തന്നെ. ജാഹദ യുജാഹിദു ജിഹാദ് എന്ന് പറയുന്ന പോലെ തന്നെ അല്ലേ? ജിഹാദുൻ അർത്ഥം തന്നെയാണ്. മുജാഹിദത്തുൻ മുജാഹദത്തുൻ എന്ന് പറഞ്ഞാലും ജിഹാദ് എന്ന് പറഞ്ഞാലും ത്യാഗപരിശ്രമം അല്ലെങ്കിൽ ഒറ്റർത്ഥം. അതേ അർത്ഥം തന്നെയാണ്. المدرس اذكر آية أخرى. اذكر آية أخرى. أخرى എന്ന് പറഞ്ഞപ്പോൾ ആയത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് ഉഖ്റ സ്ത്രീലിംഗ പദം ഉപയോഗിച്ചു. അല്ലെങ്കിൽ എന്ത് വരും? ആഖർ മറ്റൊന്ന്. റജുലുൻ ആഖർ മറ്റൊരു പുരുഷൻ. ഇമ്രഅത്തുൻ ഉഖ്റ മറ്റൊരു സ്ത്രീ. ഓക്കെ. ഉദ്കുർ ആയത്തൻ ഉഖ്റ മറ്റൊരു സൂക്തം പറയൂ. ഇവിടെ പറയൂ എന്നാണ്, നീ ഓർമ്മിക്കുമെന്നല്ല. പറയൂ, പരാമർശിക്കൂ എന്നൊക്കെ അർത്ഥമാണ്. പറയൂ. എങ്ങനെയുള്ളതാണ്? തഹസ്സുൽ മുസ്ലിമീന. ഹസ്സ യഹുസ്സു വന്ന യലുന്നു ഗ്രൂപ്പിൽപ്പെട്ട ഒരു ക്രിയയാണ് ഹസ്സ യഹുസ്സു. പ്രേരിപ്പിച്ചു. ഹസ്സ യഹുസ്സു. ഹസ്സ പ്രേരിപ്പിച്ചു. തഹസ്സു എന്തുകൊണ്ട് തഹസ്സു എന്ന് സ്ത്രീലിംഗം ഉപയോഗിച്ചു? ആയത്തിനെയാണ് പരാമർശിക്കേണ്ടത്. അപ്പൊ ആയത്തിലേക്ക് മടങ്ങുന്നതാണ് തഹസ്സു. അത് പ്രേരിപ്പിക്കുന്നു. അൽ മുസ്ലിമീന എന്തുകൊണ്ട് ഈന വന്നു? ഈനകൊണ്ട് നസ്ബിയൽ അഫ്ഉൽ ബിഹി ആയതുകൊണ്ട് നസ്ബിയത്. തഹസ്സുൽ മുസ്ലിമീന മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്ന.
അലൽ ജിഹാദ്, ജിഹാദിലേക്ക്. യാ സുഹൈർ, സുഹൈറിനോടാണ് ചോദ്യം. അപ്പൊ ഇവിടെ നിങ്ങൾ ഇപ്പൊ ഇവിടെ അല വന്നില്ലേ, അല വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം തഹസ്സുവിന്റെ കൂടെയുള്ള എന്താണ് പ്രിപ്പോസിഷൻ എന്താ വരേണ്ടത്, അലയാണ് വരേണ്ടത്. അതേപോലെ ഇവിടെ ദല്ല യദുല്ലു പറഞ്ഞു, ദല്ല യദുല്ലു, അതും ഇതുപോലെ ക്രിയയാണ്. ദല്ല യദുല്ലു ലന്ന യദുല്ലു പോലെ ഉള്ള ക്രിയയാണ് ഹസ്സ ഹസ്സും. അതേപോലെ ദല്ല യദുല്ലു. ദല്ലയുടെ കൂടെ എന്ത് പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു? ദല്ലനല്ലാഹു തആല അലൈഹ. അപ്പൊ ദല്ലയുടെ കൂടെ പ്രിപ്പോസിഷൻ അല വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയ പഠിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രിപ്പോസിഷൻ അതിന്റെ കൂടെ വേണം എങ്കിൽ അതിന്റെ കൂടെ ആ പ്രിപ്പോസിഷൻ കൂടെ എഴുതി വെക്കണം. അപ്പോ ദല്ല എഴുതിയിട്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റിന്റെ അല. ദല്ല അല. അതേപോലെ ഹസ്സ അല. അപ്പൊ ഹസ്സ വരുമ്പോഴത്തേക്ക് ആരെ പ്രേരിപ്പിച്ചു? ഞങ്ങളെ പ്രേരിപ്പിച്ചു. ഹസ്സുൽ മുസ്ലിമീന എന്തിന് പ്രേരിപ്പിച്ചു? അതിന്റെ കൂടെ അല വേണം. ഹസ്സുൽ മുസ്ലിമീന അലൽ ജിഹാദ്. അതേപോലെ ദല്ലന അല്ലാഹു തആല, ദല്ലന എന്നത് അവിടെ മഫ്ഊൽ ബിഹി അവിടെ ഉണ്ട്. ഞങ്ങളെ അറിയിച്ചു. എന്തിനെ കുറിച്ച് അറിയിച്ചു? അതിന്റെ കൂടെ അല, അലൈഹ, അതിനെ കുറിച്ച്. അലൈഹ അവിടെ സർവനാമം ഉപയോഗിച്ചിട്ട് നേരത്തെ പറഞ്ഞതിലേക്ക് ചൂണ്ടുകയാണ്. ഇവിടെ തഹസ്സുൽ മുസ്ലിമീന് അലൽ ജിഹാദ്, ജിഹാദിനെ സംബന്ധിച്ച് പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ജിഹാദിന് പ്രേരിപ്പിക്കുന്ന. ഈ ലന്ന പാറ്റേണിലല്ല അല വരുമോ? അങ്ങനെയല്ല, ആ പാറ്റേണിന്റെ കൂടെ അല്ല അല വരിക. ആ ക്രിയക്ക് ഇത് കൂടെയാണ് എന്ന് വരിക. ക്രിയയുടെ കൂടെയാണ് ഈ പ്രിപ്പോസിഷൻ വരിക. ആ ക്രിയയാണ്, അല്ലാതെ ആ പാറ്റേൺ അല്ല. ലന്നയതൊന്നും നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് ലന്നയുടെ കൂടെ അങ്ങനെ വരുന്നില്ല, ലല്ലയിലും വരുന്നില്ല. പക്ഷെ ഹസ്സയുടെയും ദല്ലയുടെയും പ്രത്യേകതയാണ് അവയോടൊപ്പം ഈ അല വേണമെന്നത്. നമ്മൾ പഴയ പാഠപുസ്തകത്തിലെ അവസാനം കൊടുത്തിട്ടുണ്ട്, ഗതികൾ ചേർന്ന് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് അവസാന പേജിൽ. അപ്പൊ അത് നോക്കിയാൽ കുറെ ഗതികൾ അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ. ഉസ്കുർ ആയത്തിന് തഹസ്സുൽ മുസ്ലിമീന അലൽ ജിഹാദ്, ജിഹാദിനെ സംബന്ധിച്ച് പ്രേരിപ്പിക്കുന്ന. യാ സുഹൈർ, സുഹൈർ ഖാല തആല, ഖാല തആല, ഉന്നതനായവൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഖാല തആല എന്ന് പറയണമെങ്കിൽ നേരത്തെ അള്ളാഹെ പരാമർശിച്ചിട്ടുണ്ടാകാം. ഖാല തആല എന്ന് മാത്രം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് പറയുമ്പോ എന്ത് പറയും? ഖാല അല്ലാഹു എന്ന് പറയുക. ഖാല അല്ലാഹു തആല, ഖാല അല്ലാഹു എന്ന് പറഞ്ഞിട്ട് അള്ളാഹയുടെ വിശേഷണമായിട്ട് തആല. അതേസമയം രണ്ടാമത് പറയുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അള്ളാഹ് എന്ന വാക്ക് ഉപേക്ഷിക്കാം, ഉപേക്ഷിച്ചിട്ട് ഖാല തആല എന്ന് മാത്രമായി. ഫസ്റ്റിൽ പറയുന്നു ഖാല അല്ലാഹു എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത് ഖാല തആല എന്ന് പറയുന്നത്. ഫി സൂറത്തി നഫ്സിഹ, ഫി സൂറത്തി നഫ്സിഹ. നഫ്സിഹ എന്ന് പറയുമ്പോൾ എന്താ? നഫ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് സെൽഫ് എന്ന അർത്ഥത്തിൽ നഫ്സ് ഉപയോഗിക്കും. സെയിം എന്നും പറയാം അല്ലെ? സെയിം സെയിം എന്ന് പറഞ്ഞ എങ്ങനെയാണ്? നഫ്സ് എന്ന് പറയുമ്പോ എന്താണ്? നഫ്സിന് ആത്മാവെന്ന് അർത്ഥമുണ്ടല്ലോ. നഫ്സിന് ആത്മാവെന്ന് ശരീരം അർത്ഥം. അപ്പോ ഈ നഫ്സ് അപ്പം പറയുകയാണെങ്കിൽ സെൽഫ് എന്ന വാക്കാണ് വരിക. ഇറ്റ് സെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ് എന്ന അർത്ഥത്തിൽ നഫ്സ് ഉപയോഗിക്കും. ഇവിടെ ഹെർസെൽഫ് എന്ന് പറഞ്ഞതുപോലെയാണ്. സൂറത്ത് ശ്രീലിംഗമായതുകൊണ്ട് നഫ്സിഹ എന്ന് പറയും. ഓക്കെ. അപ്പോ ഇറ്റ് സെൽഫ്, ഹിംസെൽഫ് എന്നൊക്കെ വരുന്നിടത്ത് നഫ്സിന്റെ കൂടെ എന്തുണ്ടാവും? സർവനാമം ഉണ്ടാവും. സൂറത്തി നഫ്സിഹ. അപ്പൊ സൂറത്തിന്റെ അതേ അടയാളം നഫ്സിന് കൊടുക്കണം. സൂറത്തിന് ഫീ വന്നതുകൊണ്ട് സൂറത്തിന് കസ് കൊടുത്തു. അപ്പൊ നഫ്സിന് അതിന്റെ ബദലായിട്ടായിരിക്കും വരിക.
ഗ്രമറ്റിക്കൽ പൊസിഷൻ എന്താണ്? അതിന്റെ ബദലാണ്. നഫ്സിന്റെ ബദലാണ് നഫ്സ്, സൂറത്തിന്റെ ബദലാണ് നഫ്സ്. അപ്പൊ അതിന്റെ അതേ ഇത് കൊടുക്കണം. ഈ സൂറത്തി നഫ്സിഹ, അതേ സൂറത്തിൽ തന്നെ സെയിം എന്നൊക്കെ പിന്നീട് നമുക്ക് വ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതാണ്. സെയിം ആസ് എന്നെല്ലാം പറയുന്ന പോലെ. സെയിം ആസ് എന്ന് നമ്മൾ അതിനെ വിശദീകരിക്കുമ്പോൾ മറ്റ് ഇംഗ്ലീഷിന്റെ യൂസേജാണ്. അറബിയുടെ യൂസേജ് ഇങ്ങനെയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്. ഇവിടെ നേരത്തെ പറഞ്ഞ സൂറത്ത് സഫിലെ സൂക്തമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ എന്ന് പറഞ്ഞു. അതേ സൂറത്തിന്റെ തുടക്കത്തിലുള്ളതാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്. അപ്പോ ഇവിടെ യുഖാതിലൂന എന്ന വാക്കാണ് നമ്മുടെ പാഠത്തിലെ വിഷയം. യുഖാതിലൂന. അപ്പൊ ഖാതല യുഖാതിലു ജാഹദ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ്. ഖാതല 3+ ആണ്, ഇടയിൽ അലിഫ് വന്നതാണ്. 3+1 ആണ്, ഒരക്ഷരം അധികമായി വന്നതാണ്. ഖാതല. ഖാതല യുഖാതിലു അതിന്റെ ക്രിയാധാതാണ് മുഖാത്തലത്തിൻ വജിഹാദ് വഖിതാൽ. മുഖാത്തലത്തിൻ വഖിതാൽ ഈ സബീലിഹി അവന്റെ മാർഗത്തിൽ സഫൻ അണിയായിക്കൊണ്ട് കഅന്നഹും ബുൻയാനുൻ മർസൂസ്. ഇതിൽ നമ്മൾ ഖുർആനിലെ ഓരോ സൂക്തങ്ങളെയും എടുത്ത് നമ്മൾ പ്രത്യേകം ചിന്തിച്ചാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. നമ്മളെല്ലാം നമ്മളെ സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അണിയായി നിന്നാണ് യുദ്ധം ചെയ്യേണ്ടത്. കഅന്നഹും കഅന്ന കഅന്നഹും കഅന്ന എന്ന് പറഞ്ഞാൽ പോലെ. കഅന്ന എന്ന് പറഞ്ഞാൽ ഏതിന്റെ സിസ്റ്ററാണ്? ഇന്നയുടെ സിസ്റ്റർ. കഅന്നഹും. അപ്പൊ ഇവിടെ ഹും ഈ ഇന്നയുടെ കഅന്നയുടെ ഇസ്മാണ്. കഅന്ന മുഖേന ഹുമ്മിന് എന്ത് ചെയ്തിട്ടുണ്ട്? എന്ത് കിട്ടി? എന്ത് അടയാളം കിട്ടി? നെസ്ബുണ്ട് അവിടെ കേട്ടോ. പിന്നെ ഗ്രാമറുകാർ പറയുന്നത് അവിടെ നെസ്ബുണ്ട്, അവിടെ സാങ്കല്പികമായ നെസ്ബ് അതിനകത്ത് കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. എങ്കിലേ നമുക്ക് ബുന്യാനിന്റെ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബുന്യാനിൻ റഫ് ആണ്. എന്താ കാരണം? കാന്നയുടെ ഖബറാണ്. അപ്പൊ കാന്നയുടെ ഖബറാണ്. അപ്പൊ കാന്നയുടെ ഇസ്മിനാണ് നെസ്ബ് കൊടുക്കേണ്ടത്. അപ്പൊ ഇസ്മിൻ നെസ്ബ് കൊടുത്തു. കാന്നയുടെ ഖബർ ആയതുകൊണ്ടാണ് ഇവിടെ റഫ് ആണ്. ഇവിടെ റഫ് ആയിട്ട് വന്നപ്പോ എന്താ റഫ് ചെയ്യപ്പെട്ട് വന്നപ്പോ നമുക്ക് മനസ്സിലാക്കണം അത് ഖബറാണ് എന്ന് മനസ്സിലാക്കണം. കഅന്നഹും ബുൻയാനുൻ മർസൂസ്. ബുൻയാൻ എന്ന് പറയുമ്പോൾ ബിൽഡിംഗ്, കെട്ടിടം. മർസൂസ് എന്ന് പറഞ്ഞാൽ റസാസ്. റസാസ് എന്ന് പറയുന്നത് ഇയ്യം. റസാസ് ഇയ്യം. ഇയ്യം അറിയാമല്ലോ. ഇയ്യം. ലെഡ് എന്ന് പറയാം ഇംഗ്ലീഷിൽ. ഇയ്യം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന അറിയില്ല. നമ്മള് ഇയ്യം എന്ന് പറഞ്ഞാൽ ഓട് പാത്രം കണ്ടിട്ടുണ്ടോ? വെങ്കലം അല്ലെങ്കിൽ ഓട് പാത്രം എന്നൊക്കെ പറയും. ഓട് പാത്രത്തിന് അകത്ത് ഒരു കളർ കാണില്ലേ? വെളുത്ത കളറല്ലേ ഉള്ളത്? ഓട് പാത്രത്തിന്റെ അകത്ത് വെളുത്ത കളറാണ് ഉള്ളത്. ഓട് പാത്രം ഡയറക്റ്റ് ആണെങ്കിൽ വേറൊരു സ്മെല്ലായിരിക്കും ഉണ്ടാകുക. അത് കുത്തിയുണ്ട് അതില് അത് കളർ സ്മെല്ലുണ്ടായിരിക്കുന്നതിന് വേണ്ടി ഒരു കളർ കാണാം, വെളുത്ത കളർ. അതെന്താണ്? ഈയം പൂശുന്നതാണ്. അപ്പൊ മുൻകാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ വന്ന് അവര് ഈയം പൂശി തരുമായിരുന്നു. ഓട് പാത്രത്തില്. അപ്പൊ ഒരു കഷ്ണം ലെഡ് ഉണ്ടാകും അവരുടെ കയ്യില്. നമ്മളെ പാത്രം അവര് ചൂടാക്കുന്ന സാധനം ഉണ്ട്. ആ ചൂടാക്കുന്ന സാധനത്തിൽ വെച്ചിട്ട് ഉലയിൽ വെച്ചിട്ട് ചൂടാക്കി ആ പാത്രത്തിനകത്ത് ഈ കഷ്ണം ഇട്ട് കൊടുക്കുമ്പോൾ അത് ചൂടായി ലെഡ് ഈയം ഉരുകി വരും. അത് എല്ലാ സ്ഥലത്തും പാത്രത്തിന്റെ എല്ലാ സ്ഥലത്തും ഇട്ട് കൊടുക്കും. അതാണ് ഇതാണ് ഈയം എന്ന് പറയുന്നത്. അപ്പോ ഈയം ഉരുക്കി ഒഴിച്ചാൽ അപ്പോ എന്ത് ചെയ്യും? അതൊരു അഡ്ഹസീവ് ആയിട്ട് ഉപയോഗിക്കാം.
അപ്പൊ ഈ ലെഡ് ഇതുപോലുള്ള ലെഡാണ് നമ്മുടെ ഇതിലുണ്ടല്ലോ, എന്താ പറയാ, സർക്യൂട്ട് ബോർഡിൽ ഓരോ സംഗതികൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി സർക്യൂട്ട് ബോർഡ് ഇന്റേണൽ എക്സ്റ്റേണൽ സർക്യൂട്ട് രണ്ടെണ്ണം തമ്മിൽ കണക്ട് ചെയ്യുന്നു. നമ്മൾ ഒരു വയർ റേഡിയോ എടുത്ത് നോക്കിയാൽ ആ റേഡിയോയുടെ സർക്യൂട്ട് ബോർഡിൽ നിന്നും ഒരു വയർ കണക്ട് ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ, അല്ലെങ്കിൽ അതെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, സപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റി പവർ സപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ്? ഈ ലെഡ് വെച്ചിട്ടാണ് സോൾഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്, സോൾഡർ. സോൾഡർ. അപ്പൊ സോൾഡ് ചെയ്യുന്നത് ഈ EM വെച്ചിട്ടാണ് സോൾഡ്. അപ്പൊ എന്താണ് അങ്ങനെ ഉള്ള സംഭവത്തിന് എന്ത് പറയും? മർസൂസ് എന്ന് പറയും. EM കൊണ്ട് സോൾഡ് ചെയ്യപ്പെട്ടത്, അതാണ് മർസൂസ്. റസാസിൽ നിന്നും വന്നതാണ് സംഭവം. റസാസ് എന്ന് പറയുന്ന ആ ലോഹത്തിന്റെ പേരാണ്. ആ ലോഹം കൊണ്ട് ചെയ്യപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് മർസൂസ് എന്ന് പറയുന്നത്. ലോഹം ഒരുക്കി എന്താണ് റസാസി എന്നിട്ട് ബ്രാൻഡിന്റെ പേര് കാണാം. റസാസി അത് ബ്രാൻഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഇത് ഉണ്ടാക്കാറുണ്ട്, ബ്രാൻഡൊക്കെ ഉണ്ടാകും. ഇപ്പൊ നമ്മള് മീസാൻ എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോ ഒരു ബ്രാൻഡായി. മീസാൻ എന്ന് പറഞ്ഞാൽ ത്രാസ് എന്നാണ് അർത്ഥം. ആ ത്രാസ് ഇവിടെ മീസാൻ എന്ന് പറയുന്ന ത്രാസിന് ആ പേര് ഒരു ബ്രാൻഡ് നെയിം ആക്കി. അങ്ങനെയൊക്കെ വരാം. അപ്പൊ മർസൂസ് എന്ന് പറഞ്ഞാൽ EM ഉരുക്കി ഒട്ടിക്കപ്പെട്ടത് എന്നർത്ഥം. അപ്പൊ ബിൽഡിങ്ങിലെ ഇഷ്ടികയോ അല്ലെങ്കിൽ താബോക്കോ അതുപോലുള്ള പാർട്ടുകളെല്ലാം EM ഉരുക്കി ഒട്ടിക്കപ്പെട്ടത് പോലെയുള്ള ഒരു ബിൽഡിങ്ങിൽ EM ഉരുക്കി ഒട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയുള്ള അണിയായി നിന്ന് യുദ്ധം ചെയ്യുന്നവരെയാണ് അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ജിഹാദിന്റെ പ്രേരിപ്പിക്കുന്ന എന്ന രീതി പറഞ്ഞാൽ അള്ളാഹ് ഇങ്ങനെ നിന്ന് അണിയായി നിന്ന് യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. മറ്റൊരു പോയിന്റ് പറഞ്ഞാൽ എങ്ങനെ യുദ്ധം ചെയ്യുന്നവരെയാണ് ഇഷ്ടപ്പെടുന്ന അള്ളാഹ്? ബുനിയാനും മർസൂസ്. അല്ലാതെ ഓരോരുത്തരും തമ്മിൽ കണ്ടാലും മിണ്ടാത്ത, തമ്മിൽ കണ്ടാൽ പരസ്പരം ഇഷ്ടപ്പെടാത്ത, ഒരാളെ മറ്റേയാൾക്ക് പാരവയ്ക്കുന്ന സംഘടനാ പ്രവർത്തകരെ അല്ല അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. അവരെപ്പോഴും ഒരുമിച്ച് നിൽക്കുകയും പരസ്പര പൂരകങ്ങളായി നിൽക്കുകയും ഒരു ഇഷ്ടിക അടുത്ത ഇഷ്ടികയ്ക്ക് ബലം നൽകുന്നതായിരിക്കണം. അപ്പൊ ഒരു പ്രവർത്തകൻ മറ്റേ പ്രവർത്തകന് ബലം നൽകുന്നതായിരിക്കണം. അല്ലാതെ അവന് പാരവയ്ക്കുന്നതല്ല. അവന് പാരവയ്ച്ചാൽ ആ ഇഷ്ടിക പൊട്ടിപ്പോയാൽ ബിൽഡിങ്ങിന്റെ തകർച്ചയിൽ അത് ബാധിക്കും, ബിൽഡിങ്ങിന്റെ ബലത്തെ അത് ബാധിക്കും. ബുന്യാൻ എന്ന് പറയുമ്പോ ബുനിയാൻ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്, കെട്ടിടം. ചെറിയ ബിൽഡിംഗ് ആണോ ഈ യാൻ എന്നല്ല? യാൻ എന്ന് പറയുമ്പോൾ ചെറിയ ബിൽഡിംഗ് അല്ല. ബുനിയാനൻ എന്ന് പറഞ്ഞാൽ വലിയ ബിൽഡിംഗ് തന്നെയാണ്. മബന എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെ. ഇത് ബനായബിനുവിന്റെ മസ്തറായിട്ടാണോ? ബനായബിനുവിൽ നിന്ന് വന്നതാണ്, പക്ഷെ ആ രീതി വന്നതല്ല. ബനായബിനു നിർമ്മിച്ചു അല്ലെ? അതെ, നിർമ്മിച്ചു. അതിൽ നിന്ന് വന്നതാണ് മബിനയും. മബിന എന്ന് പറയുന്നത് നിർമ്മിക്കപ്പെട്ടത്. ആ അർത്ഥത്തിലാണ്, അതേ രീതിയിലുള്ളതാണ് ബുനിയാൻ, ബിൽഡിംഗ് എന്ന് ബിൽഡിങ്ങിന് പറയുന്നത്. വേറെ പേരുണ്ടെന്ന് തോന്നുന്നല്ലേ? എവിടെയോ പഠിച്ചിരുന്നതാണ്. മബിന, ശരി. മബിന എന്ന് പറയും, അതേപോലെ ബുനിയാൻ എന്ന് പറയാം. ഓക്കെ. അപ്പൊ EM ഒരുക്കി ഒഴിച്ച കെട്ടിടം പോലെ അണിയായി നിന്ന് യുദ്ധം ചെയ്യുന്നവരെയാണ് അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. അൽ മുദരിസ്. അപ്പൊ നമ്മളെ സംഗതി ഇവിടെ ഉള്ളത്, നമ്മളെ പോയിന്റ് പഠിക്കാനുള്ള പോയിന്റ് ഉള്ളത് കാത്തിലാണ്. അൽ മുദരിസ്. മനില്ലദീ യുഹിബ്ബുഹുമുല്ലാഹു യാ അലിയ്യു. മനില്ലദീന യുഹിബ്ബുഹുമുല്ലാഹു യാ അലിയ്യു. അപ്പൊ മന്നിനെയും യുഹിബ്ബുഹുമുല്ലാഹുവിനെയും തമ്മിൽ ബന്ധപ്പെടുത്താണ് അല്ലദീന. അപ്പൊ ഇവിടെ മൻ എന്ന് പറയുന്ന ഒരു സിംഗുലർ അല്ല. അതെന്താണ്? കൺസെപ്റ്റിൽ ഒരു പ്ലൂറലാണ് എന്ന അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് അല്ലദീന ഉപയോഗിക്കുന്നത്. പിന്നീട് മനസ്സിലാകുന്നുള്ളത് യുഹിബ്ബുഹും എന്നാണ് വരുന്നത്.
അപ്പം നേരത്തെ എങ്ങനെയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് മഞ്ഞിന് സിംഗുലർ മീനിങ് അല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അല്ലദീന യുഹിബ്ബുഹും ആണ്. ആ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ അവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. അവർ ആരാണ്? അപ്പൊ അല്ലദീന യുഹിബ്ബുഹും, യുഹിബ്ബുഹും അതിന് മഫ്ഊലുൻ ബിഹി ആണ്. അതിന് എന്ത് ചെയ്യുന്നുണ്ട്? യുഹിബ്ബുഹുമിന് ഹുമ്മിന് എന്തുണ്ട് അടയാളം? ഹുമ്മിന് നസ്ബുണ്ട്. നസ്ബുണ്ട്. അത് സാങ്കല്പികമാണ്. കാരണം ഹും എന്നത് മബിനിയാണ്, സർവനാമം മബിനിയാണ്, അന്ത്യമുറച്ചതാണ്. അതുകൊണ്ട് സാങ്കല്പികമായ നസ്ബ് കൊണ്ടാണ് അതിനെ, സാങ്കല്പികമായ ഫതഹത്ത് കൊണ്ടാണ് അതിനെ നസ്ബ് ചെയ്തിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാല് അതിന് ശേഷമുള്ളതാണ് ഫാഇലാണെന്ന് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? അവിടെ നസ്ബുണ്ട്, ഇതിന് ഫാഇലാണ്, അതാണ് അതിന്റെ, അതുകൊണ്ട് അതിന് റഫ് ചെയ്യണം. അലി യുഹിബ്ബുൽ മുജാഹിദീന അൽ മുഖാതിലീന ഫീ സബീലിഹി. യുഹിബ്ബുൽ മുജാഹിദീന, അപ്പോ ജാഹദയുടെ എന്ത് ചെയ്തു? ഇസ്മുൽ ഫാഇൽ എടുത്തോടെ യുഹിബ്ബുൽ മുജാഹിദീൻ, മുജാഹിദിൻ എന്ന വാക്കെടുത്തു, അതിന്റെ എന്ത് ചെയ്തു? ജമ്മെടുത്തു. യുഹിബ്ബുൽ മുജാഹിദീന, യുഹിബ്ബുവിന്റെ മഫ്ഊലുൻ ബിഹി ആയിട്ട് വന്നപ്പോൾ അതിന് ഈന കൊടുത്തു. അൽ മുഖാതിലീന എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വിശേഷണമായി അൽ മുഖാതിലീന, അൽ മുജാഹിദീന അൽ മുഖാതിലീൻ. അപ്പോ മുഖാതിലുൻ, ഖാത്തലയുടെ ഇസ്മുൽ ഫാഇലായ മുഖാത്തിൽ എന്ന പദം എടുത്തു, അതിന്റെ ബഹുവചനമായി മുഖാതിലീന വന്നു. അത് നേരത്തെ മുജാഹിദീൻ നസ്ബ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഇതിനും നസ്ബായി. ഫീ സബീലിഹി, അവന്റെ മാർഗത്തിൽ, അവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും അൽ മുഖാതിലീൻ, യുദ്ധം ചെയ്യുകയും ചെയ്യുന്നവരെയാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. അൽ മുദരിസ് കൈഫ യുഖാതിലു ഹഉലാഇ, കൈഫ യുഖാതിലു ഹഉലാഇ, കൈഫ എങ്ങനെയാണ് യുഖാതിലു യുദ്ധം ചെയ്യുന്നത്? ഹഉലാഇ, ഈ കൂട്ടർ. അപ്പൊ ഹഉലാഇയുടെ യഥാർത്ഥത്തിലുള്ള അടയാളം എന്താണ്? ഹഉലാഇ യുഖാതിലു ഹഉലാഇ, ഈ വാക്യത്തിൽ ഇതിന്റെ അടയാളം എന്താ വരേണ്ടത്? റഫ് വരണം. കാരണം അത് ഫാഇലാണ്, ജുംലയിലെ ഫാഇലാണ്. യുഖാതിലു യുദ്ധം ചെയ്യുന്നു, ആര്? ഹഉലാഇ, ഈ കൂട്ടർ. അപ്പൊ അതിന് റഫ് ആണുള്ളത്. അത് സാങ്കല്പികമായ ലമ്മത്ത് കൊണ്ട് അതിന് റഫ് കൊടുത്തിട്ടുണ്ട്. കാരണം ഹഉലാഇ അസ്മാഉൽ ഇശാറത്തി കുല്ലഹ, അൽ അസ്മാഉൽ ഇശാറത്തി കുല്ലുഹ മബ്നിയുൻ. അസ്മാഉൽ ഇശാറ എന്ന് പറയുന്ന എല്ലാം എന്താണ്? മബ്നിയാണ്. ഹാദ, ഹാദിഹി, ദാലിക, തിൽക, ഉലൈക, ഹാദ, ഹഉലാഇ, ഇതെല്ലാം എന്താണ്? അന്ത്യം ഉറച്ചതാണ്, മാറുന്നതല്ല. ഹഉലായിക്ക് അതിന്റെ അടയാളം അവസാനത്തെ കസ്റാണുള്ളത്, അന്ത്യം ഉറച്ചതാണ്. പക്ഷേ അതിന് റഫ് ഉണ്ട് ഇവിടെ. അലി യുഖാതിലൂന, അപ്പൊ ഇവിടെ ഖാത്തല യുഖാതിലൂന്റെ എന്ന അപൂർണ ക്രിയ ഉപയോഗിച്ചു. യുഖാതിലൂന ഫീ സുഫൂഫിൻ, യുഖാതിലൂന ഫീ സുഫൂഫിൻ. അപ്പൊ കൈഫ യുഖാതിലു, അപ്പൊ ആദ്യം ചോദിച്ചു യുഹിബ്ബു, ആരെയാണ് അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്? അപ്പോ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന മുജാഹിദുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. അവരെങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്? കൈഫ യുഖാതിലു ഹഉലാഇ, ഇക്കൂട്ടർ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്? അപ്പൊ എന്തുകൊണ്ട് ഹഉലാഇ ബഹുവചനമാണല്ലോ, എന്തുകൊണ്ട് യുഖാതിലു എന്ന് ഏകവചനം ഉപയോഗിച്ചു? ഫിഅല് ഫാഇലിനേക്കാൾ മുൻകടന്നു വന്നതുകൊണ്ട്, ഫിഅല് ഫാഇലിനേക്കാൾ മുൻകടന്നു വന്നതുകൊണ്ട്. പിന്നീട് ഫാഇലിനെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് എന്ത് ചെയ്യുന്നു? പിന്നീട് അത് ലമീറായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അതിൽ ക്രിയ മാത്രം, ക്രിയ ഉപയോഗിക്കുമ്പോൾ, പിന്നെ അതിന് അകത്തുള്ള സർവനാമമാണ് അതിന്റെ ഫാഇല്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, രണ്ടാമത് പറയുമ്പോൾ അതിന്റെ ബഹുവചനം ഉപയോഗിക്കണം. യുഖാതിലൂന, അവർ യുദ്ധം ചെയ്യുന്നു. ഫീ സുഫൂഫിൻ, സുഫൂഫ് എന്ന് പറഞ്ഞാൽ സഫിന്റെ ബഹുവചനമാണ് സുഫൂഫ്. സഫുൻ സുഫൂഫുൻ.
സൊഫൻ സൊഫൂഫൻ. യുഖാത്തിലൂന ഫീ സുഫൂഫിൻ, അവർ അണികളിൽ യുദ്ധം ചെയ്യുന്നു. അണികളായി നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു യുഖാത്തിലൂന ഫീ സബീലിഹി സൊഫൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യം വിശദീകരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നെന്താണ്, അത് ഓർഡറിലാണ് ഉള്ളത്, അത് അണിയായിട്ടാണുള്ളത്. അണിയായിട്ട് നിന്നാണ് യുദ്ധം ചെയ്യേണ്ടത്. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ശിഥിലീകരണം പാടില്ല, ഭിന്നത പാടില്ല, സ്പർദ്ധ പാടില്ല, ശൈഥില്യം പാടില്ല. പണികളായി നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. വയസ്ബതൂന ഫീ അമാകിനിഹിം ഇൻദ മുലാഖാത്തിൽ അദു. വയസ്ബതൂന, യസ്ബതൂനയുടെ പേര് മാറി എന്താ? സബത്ത യസ്ബുത്തു. സാബത്ത, സാബത്ത യസ്ബുതു, സാബത്ത യസ്ബുതു. നസറ യൻസുറു ഗ്രൂപ്പിലുള്ള ക്രിയയാണ് സാബത്ത യസ്ബുതു, ഉറച്ചു നിന്നു. സാബത്ത ഉറച്ചു നിന്നു. അതിന് ശബ്ദ ഗ്രൂപ്പ് ആക്കിയാൽ എന്താവും? തബ്ബിത്ത്. സബത്ത സബ്ബത്ത. സബ്ബത്ത, സബ്ബത്ത എന്ന് പറയുമ്പോൾ എന്തായി? ഉറപ്പിച്ചു. ഉറപ്പിച്ചു. അതിന്റെ കർമ്മമാണ് സബ്ബിത്ത്, നീ ഉറപ്പിച്ചു നിർത്തൂ. അല്ലെങ്കിൽ അതിന്റെ ആശംസാവാക്യമായിട്ട് പറയുമ്പോൾ, പ്രാർത്ഥനാ വാക്യമായിട്ട് പറയുമ്പോൾ സബ്ബത്തക്കല്ലാഹു ബിൽ ഖൗലി സാബിത്ത്. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അപ്പൊ അത് പ്രാർത്ഥനയായി. അപ്പോ അമർ ഫേലിൽ അമറാണ് ഉപയോഗിക്കുക. അല്ലാഹുമ്മ സബ്ബിത്ഹു, അല്ലാഹ് അവനെ നീ ഉറപ്പിച്ചു നിർത്തുക. അപ്പൊ ഇവിടെ സബത്തയാണ്. സബത്ത യസ്ബുതു. വയസ്ബുതൂന, അവർ ഉറച്ചു നിൽക്കുന്നു. ഫീ അമാകിനിഹിം. അമാകിൻ മക്കാന്റെ ബഹുജനമാണ് അമാകിൻ. അമാകിനിഹിം ഫീ വന്നുകൊണ്ട് അമാകിൻ കെസ്റ കൊടുത്തു. കെസ്റ വന്നതുകൊണ്ട് ഹും എന്നുള്ളത് ഹിമ്മായി. അമാകിനിഹിം, ഫീ അമാകിനിഹിം. അപ്പൊ ഹുമ്മിന് മുമ്പ് ജറിയപ്പെട്ട പദമാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഹുമ്മിനെ ഹിമ്മാകാം. ഫീ അമാകിനിഹിം, അവരുടെ സ്ഥാനങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഇൻദ മുലാഖാത്തിൽ അദു. മുലാഖാത്ത്, യുലാഖി, യുലാഖി. അപ്പൊ ജാഹദ ജാഹിദ് ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു ക്രിയയാണ് യുലാഖി. യുലാഖി പരസ്പരം കണ്ടുമുട്ടി. മുലാഖാത്തും കണ്ടുമുട്ടൽ. ഓക്കെ, ഇലാഖയാണോ ലാഖയാണോ? യുലാഖി, ജാഹദ, ജാഹദ ഗ്രൂപ്പ്. അവസാനം ഹദായുടെ പോലുള്ള അല്ലെങ്കിൽ അലിഫ്. യുലാഖി. അതിന്റെ ക്രിയാധാതു എന്താണ്? മുലാഖാത്തുൻ. അപ്പോ അതിന് വേറൊരു ക്രിയാധാതു എന്തായിരിക്കും? ജാഹിദ് രൂപത്തിൽ വന്നാല് മുലാഖാത്തും വരും, ലിഖാഉം വരും. ജാഹിദ് ജിഹാദൻ അലിഫ് കഴിഞ്ഞ് യാണോ അതോ അതാ പോലുള്ള അതാണ് അവസാനത്തിലുള്ളത് പോലെ. യുലാഖി എന്ന് യാ വരുന്നുണ്ടെങ്കിൽ അത് അപ്പൊ എന്താണ്? ലാഖ എന്ന് പറയുമ്പോൾ അലിഫല്ല വരുന്നത്. എന്താണ്? യാന്റെ ഷേപ്പിലാണ് എഴുതേണ്ടത്. യുലാഖി മുലാഖാത്തുൻ വലിഖാഉൻ. മുലാഖാത്തുൻ വലിഖാഉൻ. ഈ അമാകിനിഹിം ഇൻദ മുലാഖാത്തിൽ അദു. ശത്രുവിനെ കണ്ടെത്തുന്ന സമയത്ത് പരിഭ്രമിച്ച് ഓടിക്കളയാൻ പാടില്ല, ഉറച്ചിരിക്കണം. മുലാഖാത്തിൽ അതെന്റെ മുലാഖാത്തിൽ അത് ഇന്റർവ്യൂവിന് പറയുന്നല്ലേ? എങ്ങനെ ഇന്റർവ്യൂവിന് പറയോ മുലാഖാത്ത്? മുലാഖാത്ത് ഇന്റർവ്യൂവിന് മുലാഖാത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മീറ്റിംഗ് എന്ന അർത്ഥത്തിലാണ് മുലാഖാത്ത് പറയുന്നത്. മീറ്റ് ചെയ്യണം എന്ന അർത്ഥത്തിലാണ്. ഇന്റർവ്യൂവിന് വേറെ എന്തോ വാക്കുണ്ടാവും. യഥാർത്ഥത്തിലുള്ള ഇന്റർവ്യൂ, നമ്മൾ ഇന്റർവ്യൂ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് തുല്യമായ അറബി പദം വേറെ ഉണ്ടാവും. പക്ഷെ അവിടെ മുലാഖാത്ത് എന്ന് പറയുന്നത് മീറ്റിംഗ് എന്ന അർത്ഥമാണ് വരിക. കണ്ടുമുട്ടൽ.
المدرس ماذا تفيد كأن يا زهير كأن എന്ത് ഫലമാണ് ചെയ്യുന്നത് كأن എന്ത് ഫലമാണ് ചെയ്യുന്നത് അഫാദ യുഫീദു ഫലം നൽകി പ്രയോജനം നൽകി അഫാദ യുഫീദു പ്രയോജനം നൽകി അല്ലെങ്കിൽ ഫലം നൽകി എന്ത് ഫലം നൽകും كأن എന്നത് സുഹൈർ തുഫീദു തശ്ബീഹ് അതെന്താണ് അത് സാദൃശ്യത്തെയാണ് എടുത്തുന്നത് സാദൃശ്യം തശ്ബീഹ് എന്താണ് സാദൃശ്യം ഉപമ ഉപമ തുഫീദു തശ്ബീഹ ഉപമിക്കലാണ് നഹ്വ് കഅന്നൽ മസ്ജിദ മദ്രസത്ത് നഹ്വ് എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ് അർത്ഥം നഹ്വ് പോലെ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഫലത്തിൽ ഉദാഹരണം എന്ന് പറയുന്ന പോലെയാണ് എക്സാമ്പിൾ കഅന്നൽ മസ്ജിദ മദ്രസത്ത് മസ്ജിദ് പള്ളി പോലെ പള്ളി എന്താണ് മസ്ജിദ് പാഠശാല പോലെയാണ് കഅന്നൽ മസ്ജിദ മദ്രസത്ത് കഅന്നൽ കിതാബ മുദർരിസുൻ കിതാബ് അധ്യാപകനെ പോലെയാണ് കദാലിക തുഫീദു ളന്ന അപ്രകാരം എന്ത് ചെയ്യും അത് തശ്ബീഹുമാണ് പിന്നെന്താണ് ലന്നുമാണ് കരുതലുമാണ് തുഫീദു ളന്ന അത് അപ്പോ അലിഫ്ലാം ചേർന്ന് വന്നപ്പോ മനസ്സിലായി ഇത് ലന്ന എന്ന് പറഞ്ഞ എന്താണ് അലിഫ്ലാം ചേർന്ന് ഇസ്മായിരിക്കോ ഫെയിലായിരിക്കോ ഇസ്മിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അൽ വരിക തൻവീൻ വരിക ലമ്മ് യഫ്തഹുന ലമ്മില്ലേ തൻവീൻ വരിക അലിഫ്ലാം വരിക കസ്ർ വരിക എന്നതൊക്കെയാണ് കസ്ർ വരുന്ന ഇഹ്ദിക്ക് കസ്ർ വരും ആ കസ്ർ അല്ല മാറി വരുന്ന കസ്ർ വരിക മാറി വരുന്ന കസ്ർ വരിക കസ്ർ മാറിയിട്ട് ഫത്തഹും വരാം ഫത്തഹ് മാറിയിട്ട് കസ്റും വരാം അങ്ങനെയുള്ള കസ്റിന് വരിക എന്നതും എന്താണ് നാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് നഹ്വ് കഅന്നനി അരിഫുക തുഫീദു ലന്ന എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് കരുതു അതായത് പിന്നെ കഅന്നക്ക് രണ്ട് എഫക്റ്റ് ഉണ്ട് കഅന്നക്ക് നമ്മൾ കഅന്ന നേരത്തെ പോലെ എന്ന് പറഞ്ഞു അപ്പൊ കഅന്നയുടെ അർത്ഥമാണ് നമ്മൾ നേരത്തെ ഒരു വാക്കർത്ഥമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പക്ഷെ കഅന്നക്ക് ഗ്രാമറിൽ അല്ലെങ്കിൽ അതിന്റെ ബലാഗയില് അല്ലെങ്കിൽ അതിന്റെ ഭാഷാ ശൈലിയില് ഭാഷാ പ്രയോഗത്തിൽ രണ്ട് ആശയമുണ്ട് ഒന്നെന്താണ് തുഫീദു തശ്ബീഹ ഒന്ന് അതിനെ ഉപമയുടെ ഫലം ചെയ്യും ഉപമിക്കലാണ് അതേതുപോലെ കഅന്നൽ മസ്ജിദ മദ്രസത്തിൻ എന്ന് പറയുന്നത് പോലെ കഅന്നൽ മസ്ജിദ മദ്രസത്തിൻ യഥാർത്ഥത്തിൽ എന്തല്ല മസ്ജിദ് മദ്രസയല്ല പക്ഷെ മസ്ജിദ് ഒരു മദ്രസ പോലെയാണ് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ജുമായ്ക്ക് നമ്മളെ പഠിപ്പിക്കും അതേപോലെ മറ്റു സന്ദർഭങ്ങളിൽ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മസ്ജിദ് കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് മസ്ജിദ് ഒരു പാഠശാല പോലെയാണ് യഥാർത്ഥത്തിൽ എന്തല്ല യഥാർത്ഥത്തിൽ മസ്ജിദ് പാഠശാല അല്ല മറിച്ച് മസ്ജിദ് പാഠശാല പോലെയാണ് അപ്പൊ എന്ത് ചെയ്തു ഉപമിക്കലാണ് കഅന്നൽ കിതാബ മുദർരിസുൻ കിതാബ് അധ്യാപകനെ പോലെയാണ് കിതാബ് അധ്യാപകനല്ല യഥാർത്ഥത്തിൽ മറിച്ച് എന്താണ് കിതാബ് അധ്യാപകനെ പോലെയാണ് അപ്പൊ എന്ത് ചെയ്യുന്നു ഉപമിക്കലാണ് അപ്പോ ലന്ന കഅന്ന എന്ന വാക്ക് എന്ത് ചെയ്യുന്നുണ്ട് കഅന്ന തുഫീദു തശ്ബീഹ ഒന്ന് ഉപമിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഉപമിക്കാൻ ഉപയോഗിക്കും തുഫീദു തശ്ബീഹ അത് ഉപമയുടെ ഫലം ചെയ്യും വകദാലിക അപ്രകാരം തന്നെ തുഫീദു ഫലം ചെയ്യും അല്ലന്ന കരുതലിനെ കേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ലന്ന എന്ന് പറഞ്ഞ ഫേല് മാറിയായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്
മറിച്ച് എന്താണ് ലന്നിന്റെ ക്രിയാധാതു എന്താണ്? ലന്നയുടെ ക്രിയാധാതു ലന്നുൻ എന്നാണ്. പിന്നെ തൊഫീദു ഇനെ എന്ത് ചെയ്തു? തൊഫീദു ഇതിന്റെ മഫ്ഊലുൻ ബിഹിയാണ് ലൻ ആയിട്ടാണ് ഇവിടെ ലന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ലന്ന് ഇതൊന്നത് നെസ്ബ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നില്ല, അർത്ഥമല്ല, നെസ്ബ് ചെയ്യപ്പെട്ടിട്ടാണ് അതിരിക്കുന്നത്. തൊഫീദു ലന്ന, അത് ഊഹത്തിന്റെ ഫലവും ചെയ്യും, ഊഹത്തിന്റെ അല്ലെങ്കിൽ കരുതലിന്റെ ഫലം ചെയ്യും. രണ്ട് എഫക്റ്റാണ് അതിനുള്ളത്. ഒന്ന് ഉപമയാണ്, മറ്റൊന്ന് കരുതലാണ്. ഈ ലന്ന് എന്നുള്ളതിന് ഊഹാപോഹം എന്ന് അർത്ഥമുണ്ടോ? അതിലെ ഊഹം എന്നല്ലേ ഞാൻ പറഞ്ഞത്, ഓക്കെ. പോഹം ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. കരുതൽ എന്നുണ്ടല്ലേ, കരുതൽ, രണ്ടും രണ്ടർത്ഥം പോലെ ഇല്ലേ? രണ്ടർത്ഥം പോലെയാണ്. അതായത് നമ്മൾ ഒരു ഭാഷ എടുക്കുമ്പോൾ ഭാഷയിലെ ഒരു വാക്കും മറ്റൊരു വാക്കിന് തുല്യമല്ല. നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം പഠനത്തിന് എന്ത് ചെയ്യുന്ന പര്യായ പദം എന്നൊക്കെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഓരോന്നിനും അതിൻ്റെതായ എഫക്റ്റ് ഉണ്ട്. അത് അറബിയിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. പലപ്പോഴും പര്യായ പദങ്ങൾ എന്ന് പറയുമ്പം ഈ ക്രിയ പോലുള്ള പദങ്ങൾ, നാമമല്ല. ആനയ്ക്ക് വേറൊരു വാക്ക് പറയും, കരി എന്ന് പറയും. ഇപ്പൊ രണ്ട് ആനയും ഒരു ആന തന്നെയാണ്. അതേസമയം പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ലന്ന, കരുതി എന്ന് പറയും. ലന്നയുടെ അതേപോലുള്ള അർത്ഥമല്ല കാര്യം. അതേപോലെ ഊഹവും കരുതലും വ്യത്യാസം ഉണ്ടാകാം. ഭാഷാ വിശാരദന്മാർ പറയേണ്ടതാണ്. ഊഹം സാധ്യതയില്ല എന്ന അർത്ഥത്തിലാണ് ഊഹാപോഹം എന്നൊക്കെ പറയുന്നത്. ഊഹാപോഹം വരുമ്പോൾ സാധ്യതയില്ല, അങ്ങനെ. കരുതല് സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ വരാം. അപ്പൊ ഇതെന്തായാലും ഊഹിക്കലും കരുതലും ഒക്കെ ഇതിലുണ്ട്. കദാലിക തുഫീദു ലന്ന, കരുതലിനെ അല്ലെങ്കിൽ ഊഹിക്കലിനെ ഇത് എഫക്ട് ചെയ്യും. കന്ന നഹ്വ് പോലെ, കഅന്നനി അരിഫുക, കഅന്നനി ഞാൻ ആയതുപോലെയുണ്ട്. അങ്ങനെ അരിഫുക, നിന്നെ അറിയുന്നത് പോലെ. അപ്പൊ ഞാൻ നിന്നെ അറിയുമല്ലോ, ഇങ്ങനെ ഊഹിച്ചു നോക്കുക. നിന്നെ അറിയുമെന്നാണല്ലോ തോന്നുന്നത്. ഞാൻ നിന്നെ അറിയുമെന്നാണല്ലോ തോന്നുന്നത് എന്ന് ഊഹിക്കുകയാണ്. പക്ഷേ അയാൾക്ക് അറിയുന്നില്ല. അപ്പോൾ അയാൾക്ക് അറിയുന്നില്ല, പക്ഷെ അറിയുന്നത് പോലെയുണ്ട്. അപ്പോ കഅന്നയുടെ മീനിങ് മനസ്സിലായല്ലോ ഇപ്പോ. ഇത് നമ്മൾ പ്രത്യേക നോട്ടിൽ എഴുതി വെക്കണം. വേറെ ഇപ്പോഴല്ല, വീഡിയോ രണ്ടാമത് കേട്ടിട്ട് എഴുതി വെക്കണം. എന്താണ് കഅന്നയുടെ മീനിങ്? കഅന്നയ്ക്ക് രണ്ട് എഫക്റ്റ് ഉണ്ട്. ഒന്നെന്താണ്? ഉപമയാണ്, മറ്റൊന്ന് കരുതലാണ്. كذلك تفيد الظن نحو كأنني أعرفك المدرس أحسنت يا زهير. വെൽ ഡൺ, നീ പറഞ്ഞത് കറക്റ്റ് അല്ലെങ്കിൽ എക്സാക്ട്ലി എന്നൊക്കെ പറയുന്ന പോലെ. അതിന് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത് അഹ്സൻത എന്ന പ്രയോഗം. ബിദ്ദബ്ത് എന്നൊക്കെ പറയും. ഈജിപ്തുകാരാണെങ്കിൽ ബിദ്ദബ്ത്, എക്സാക്ട്ലി. യാ സുഹൈർ മാലക തൻഅസു യാ അബ്ദല്ല. മാലക്, മാലക് എന്ന് പറഞ്ഞാൽ മാ ലക എന്നാണ്. മാ ലക, വാട്ട് ഹാപ്പൻ ടു യു. മാ ലക, ലക എന്ന് പറഞ്ഞാൽ യു അല്ലെങ്കിൽ യു ഹാവ്. മാ ലക, വാട്ട് ഹാപ്പൻ ടു യു, നിനക്ക് എന്ത് പറ്റി. തൻഅസു, നമ്മൾ നഅ്സാൻ എന്ന വാക്ക് നേരത്തെ പഠിച്ചല്ലോ. കഅന്നക നഅ്സാനും, നഅ്സാനു എന്ന് പറഞ്ഞു. കഅന്നക നഅ്സാനു, നിനക്ക് ഉറക്കം തൂങ്ങുന്ന പോലെ ഉണ്ടെന്ന് ഏതോ ഒരു പാഠത്തിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. രണ്ടാം ഭാഗത്തിലാണെന്ന് എന്റെ ഓർമ്മ. ഇപ്പൊ നഅ്സാൻ വന്ന എവിടെ നിന്നാണ്? നഅസ യൻഅസു, നഅസ യൻഅസു, ഫതഹ ഇഫ്താ ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ്. നഅസ യൻഅസു, എന്താ? ഉറക്കം തൂങ്ങി. ഉറങ്ങി എന്നാണെങ്കിൽ നാമയാണ്. ഉറക്കം തൂങ്ങി അല്ലെങ്കിൽ മയങ്ങി എന്നാണെങ്കിൽ നഅസയാണ്.
മാലക്ക തൻ അസു നീ നിനക്കെന്ത് പറ്റി എന്താണോ എന്ന് ചോദിക്കുമല്ലോ. നിനക്കെന്താ, നീ മയങ്ങുകയാണോ, നീ ഉറക്കം തൂങ്ങുകയാണോ? തൻ അസു യാ അബ്ദല്ല, അബ്ദല്ല നീ എന്ത് ചെയ്യാണ്, ഉറങ്ങുകയാണോ അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുകയാണോ? അപ്പൊ ഒരു വാക്ക് പഠിപ്പിക്കുകയാണ് ഇവിടെ ഉദ്ദേശം കേട്ടോ. നാസു നാസു എന്ന വാക്ക് അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ നാസാനും വരുന്നത്, അതിനാണ് നാസാനും വന്നത്. അബ്ദുള്ള ലാ തുആഖിദ്നി യാ ഉസ്താദ്, ലാ തുആഖിദ്നി, തുആഖിദ്നി ആഖദ യുആഖിദു പിടികൂടി അല്ലെങ്കിൽ പിടികൂടി ശിക്ഷിച്ചു. പണിഷ് ചെയ്യാൻ പിടികൂടുന്നതിനാണ് ആഖദ യുആഖിദു എന്ന വാക്ക് പലപ്പോഴും ഉപയോഗിക്കുന്നത്. റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന, നമ്മൾ പഠിച്ച ഓർമ്മയില്ലേ അതെ അതെ. അൽ ബഖറയിൽ. അപ്പൊ ആഖദ യുആഖിദു പിടികൂടി. അപ്പൊ അതിന്റെ വിരോധക്രിയ ലാ തുആഖിദ്. അപ്പൊ ഏത് ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും? ആഖദ ജാഹദ ഗ്രൂപ്പ്. ജാഹദ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അതിന്റെ സുലാസി മുജറദ് ഏതാണ്? മുജറദ് നമ്മൾ മുജറദ് പഠിച്ചല്ലോ, 3 only. മുജറദ് എന്ന് പറഞ്ഞാൽ തനിച്ചായത്. ആഹദ, അഹദ എന്ന് പറഞ്ഞാൽ എടുത്തു പിടിച്ചു എന്നൊക്കെ അർത്ഥം. ആഹദ എന്ന് പറഞ്ഞാൽ പിടികൂടി, അങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി ആ അർത്ഥത്തിലൊക്കെ വരുമ്പോഴാണ് പിടികൂടി. അപ്പൊ അക്ഷരങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിന്റെ തീവ്രത മാറും, ഇന്റൻസിറ്റി വർദ്ധിക്കും. അപ്പൊ അങ്ങനെ പിടികൂടുന്നതിനാണ് ഈ പിടികൂടൽ. ഇതിനും ക്രിയാതാവ് മുആഖദത്തുൻ ഉണ്ടാവോ? ആഹദത്തും. പിന്നെ ഇവിടെ ഹംസ് മാറി വരുന്നത് കൊണ്ട് ആ അർത്ഥത്തിൽ പിന്നെ ജിഹാദിന്റെ രൂപത്തിലുള്ള ക്രിയാതാവ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞല്ലേ? അതെ. അപ്പൊ ലാ തുആഖിദ്നി, എന്നെ പിടികൂടരുതേ, യാ ഉസ്താദു ഗുരുവരിയ, സുർത്തുൽ ബാരിഹത ജാറൻ ലി വജലസ്തു ഇൻദഹു ഉശാഹിദു മുബാറത ഖുറത്തുൽ ഖദം അലാ ശാശത്തി തിൽഫാസി ഇലാ മുൻതസിഫിൽ ലൈൽ. ഓക്കെ, എന്ത് പറ്റി? ലാ തുആഖിദ്നി, എന്നെ പിടിക്കല്ലേ. ഇപ്പൊ നമ്മള് മാഷ അയാളെ പിടിച്ചെന്ന് പറയുമല്ലോ, അയാളെന്തോ കുറ്റം ചെയ്തപ്പോ മാഷ അയാളെ പിടിച്ചെന്ന് പറയും. അപ്പൊ ആ പിടുത്തത്തിന്റെ മീനിങ് എന്താ? ആ അർത്ഥത്തിലാണ് ഇവിടെ ആഹദ ഉപയോഗിക്കുന്നത്. അതേപോലെ ഇപ്പൊ ലാ തുആഖിദ്നി, എന്നെ പിടികൂടരുതേ, യാ ഉസ്താദ് സുർത്തു ചെയ്തു. സുർത്തുവിന്റെ ഒന്നാമത്തെ രൂപം എന്താണ്? സാറ യസീറു അല്ല, സാറ യസൂറു. സാറ യസൂറു എന്ന് വന്നതുകൊണ്ടാണ് ഇവിടെ സുർത്തു എന്നുള്ള അമ്മ വന്നത്. സുർത്തു ഖാല യഖൂലു ഖുൽതു. അതേപോലെ സുർത്തു, ഞാൻ വിസിറ്റ് ചെയ്തു. അൽ ബാരിഹത, ബാരിഹത്ത് എന്താണ്? ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി. അൽ ബാരിഹത്ത് പറഞ്ഞ കഴിഞ്ഞ രാത്രി. കഴിഞ്ഞ രാത്രി ജാറൻ ലീ, ജാറൻ ഒരു നെയ്ബറിനെ, ലീ എനിക്കുള്ള, ജാറൻ ലീ എന്റെ ഒരു നെയ്ബറിനെ ഞാൻ വിസിറ്റ് ചെയ്തു. വജലസ്തു, അപ്പൊ അൽ ബാരിഹത്തിന് നസ്ബ് വരാൻ കാരണം ആ സമയം പറയുന്നത് കൊണ്ടാണ് കേട്ടോ. അൽ യോമ എന്ന് പറയുന്ന പോലെ. സൂറത്തുൽ ബാരിഹത്ത ജാറൻ ലീ, എന്റെ ഒരു അയൽവാസിയെ. ജാറൻ അവിടെ മഫ്ഊൽ ബിഹി, സൂറത്തുവിന്റെ മഫ്ഊൽ ബിഹിയാണ് ജാറൻ. സൂറത്തുവിലുള്ള അനയാണ് അതിന്റെ കർത്താവ്, അതിന്റെ അകത്തുള്ള സർവനാമം. തായാണെന്നൊക്കെ പറയും കേട്ടോ, നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിലുള്ള തായാണെന്നൊക്കെ പറയും. അത് നമ്മൾ പഠിച്ചതിന് വിരുദ്ധം ആയതുകൊണ്ട് നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതിനകത്തുള്ള അനയാണ് അതിന്റെ ഫായില്. അതേപോലെ അൽ ബാരിഹത്ത മഫ്ഊൽ ബിഹിയാണ്. സോറി, അൽ ബാരിഹത്ത
ലർഫാണ്, അതായത് ലർഫുൽ ജമാൻ, ആ സമയത്ത് സൂചിപ്പിക്കുന്ന പദമാണ്. അതുകൊണ്ട് അതിന് നസ്ബ് വന്നു. ജാറൻ എന്നത് മഫ്ഊലുൻ ബിഹിയാണ്, അതുകൊണ്ട് നസ്ബ് വന്നു. ജാറൻ ലി വജലസ്തു. ജാറൻ ലി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കുള്ള ഒരു അയൽവാസിയെ. അപ്പൊ ജാറൻ ലി എന്തുകൊണ്ട് ജാരി എന്ന് പറഞ്ഞില്ല? ജാരി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? എന്റെ അയൽവാസി, അവിടെ സ്പെസിഫിക് ആണ്. ജാറൻ ലി എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അയൽവാസിയെ. അപ്പൊ എന്തല്ല, അൺസ്പെസിഫിക് ആണ്. ഇവിടെ നെക്കറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മാരിഫൈ അല്ല. ജാറൻ ലി, അപ്പൊ എന്റെ അയൽവാസികൾ ഒരാള്, അല്ലെങ്കിൽ എന്റെ ഒരു അയൽവാസി. അപ്പൊ ജലസ്തു ഇൻദഹു, ഞാൻ അവിടെ ഇരുന്നു അവന്റെ അടുക്കൽ. ഉഷാഹിദു, ഉഷാഹിദു ഫാഇൽ അല്ല, സോറി, ഹാലായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫേല് മുദാരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അവന്റെ അടുത്ത് ഇരുന്നു. എങ്ങനെ ഇരുന്നു? യുഷാഹിദു, ഷാഹദ യുഷാഹിദു. അപ്പൊ ആ ഫേല് ഓർമ്മിക്കുക, ഷാഹദ യുഷാഹിദു. ചെയ്തുകൊണ്ട്, വാച്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ട്. ഷാഹദ, സന്നിഹിതനായി. ഷാഹദ യുഷാഹിദു, അതിനെ വീക്ഷിച്ചുകൊണ്ട് ഇരുന്നു. എന്താണ് വീക്ഷിച്ചുകൊണ്ടിരുന്നത്? മുബാറാത്ത്. മുബാറാത്ത് എന്ന് പറഞ്ഞാൽ മാച്ചസ് അല്ല, മാച്ച്. അറിയില്ലേ? അതിനാണ് മുബാറാത്ത് എന്ന് പറയുന്നത്. മുബാറാത്ത്. ആ, മത്സരം ആർദ്ധത്തിലേക്ക് വരും. മുബാറാത്ത്. മുബാറാത്ത കുറത്തിൽ കഥ. എന്ത്? ഫുട്ബോൾ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അലാ ശാശത്തി തെൽഫാസി. ശാശത്ത് എന്താ? ഡിസ്പ്ലേ സ്ക്രീൻ. ശാശത്ത് സ്ക്രീൻ. ഡിസ്പ്ലേ സ്ക്രീനിൽ. ഏത് ഡിസ്പ്ലേ സ്ക്രീനിൽ? തെൽഫാസ്, ടെലിവിഷൻ സ്ക്രീനില്. ഇല മുൻതസിഫിൽ ലൈൽ. മുൻതസിഫ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടെന്ന ഓർമ്മ. മുൻതസിഫിൽ ലൈൽ എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റ്. മുൻതസഫ് എന്ന് പറയുമ്പോൾ മധ്യഭാഗം. ഇല മുൻതസഫിൽ ലൈൽ, രാത്രിയുടെ മധ്യഭാഗം വരെ, മിഡ് നൈറ്റ് വരെ ഞാൻ എന്ത് ചെയ്തിരുന്നു? കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മയങ്ങിപ്പോയത്. എന്നെ പിടിക്കരുതേ, ശിക്ഷിക്കരുതേ, എന്നെ പിടിച്ച് ശിക്ഷിച്ച് കളയരുതേ എന്നാണ്. അപ്പൊ അവിടെ നിൽക്കട്ടെ, നമുക്ക് കുറച്ച് ടൈം ഓവറായിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കാണ്ടോ? കുറെ അർത്ഥം പഠിക്കാനുണ്ടല്ലേ? കുറെ അർത്ഥം പഠിക്കാനുണ്ട്. ഗ്രാമർ ഗ്രാമർ നമ്മൾ, അതായത് ഗ്രാമർ നമ്മൾ ഡെപ്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം നമ്മൾ പഠിക്കുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കും. ഓക്കെ, വേറെ സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. പടിപടിയായി നമ്മൾ അറിയാതെ തന്നെ ഓരോ ഭാഷയുടെയും മീനിങ്ങിന്റെയും ആശയത്തിന്റെയും ഖുർആനിക കാര്യങ്ങളുടെയും ഇസ്ലാമിന്റെ ഐഡിയോളജിയുടെ ഒക്കെ ഓരോരോ തലത്തിലേക്ക് നമ്മൾ പോകുന്നു. അതുകൊണ്ട് ക്ലാസ് സ്ലോ ആയി പോകും. കുറെ കാര്യങ്ങൾ നമുക്ക് ഖുർആനിൽ നിന്നും മനസ്സിലാക്കേണ്ടായിരുന്നു. നമ്മൾ ആ ഭാഗം, ഖുർആന്റെ ആ ഭാഗം നമ്മൾ പഠിച്ചതുപോലെയായി. ഇതില് ഖുർആന്റെ ഭാഗം നമ്മൾ പഠിച്ചു, ജിഹാദ് പഠിച്ചു, ഖിതാല് പഠിച്ചു, ബുനിയാന് മർസൂസ് പഠിച്ചു, അങ്ങനെ ഒത്തൊരുമയുടെ പ്രാധാന്യം പഠിച്ചു. അതൊക്കെ നമ്മൾ ഒരു ക്ലാസ് വെക്കേണ്ടതാണല്ലോ. ഒരു മണിക്കൂറത്തെ അല്ല, 2 മണിക്കൂറത്തെ ക്ലാസ് എടുത്താലും ഒന്നും പോലെ. അപ്പൊ എല്ലാ സ്ഥലത്തും ഒരുമിച്ച് നിൽക്കുന്നതിന്റെ പ്രാധാന്യതയാണത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അതേപോലെ അത് കാര്യങ്ങൾ പഠിച്ചു. കാന്ന പോലുള്ള ഭാഷയുടെ പ്രയോഗങ്ങൾ പഠിച്ചു. അതേപോലെ മൗസൂലയുടെ, അതായത് വെർബിന്റെ കൂടെ വരുന്ന പൊസിഷൻസ് അങ്ങനെ മൗസൂല. അപ്പൊ അതിന്റെ ഗ്രാമറ്റിക്കൽ പൊസിഷൻ, സാങ്കല്പികമായ അടയാളങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കേട്ടോ. ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അതിന് നമ്മൾ കുറച്ചുകൂടെ ഓർപ്പിച്ചു. അപ്പൊ അങ്ങനെ ആഴത്തിൽ പഠിക്കാനും അത് മുഖേന ഖുർആന്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാനും അങ്ങനെ ഖുർആന്റെ ആശയം നമ്മൾ കൂടുതൽ കൂടുതൽ ആവാഹിക്കാനും നമുക്കൊരിക്കലും എഴുന്ന് അവസാനിക്കുന്നില്ല. അതിന് പ്രായഭേദങ്ങളില്ല. വിജ്ഞാനത്തിനും അറിവിനും നോളജിനും ആക്ടിവിറ്റിക്കും ഒന്നിനും ഇതില്ല, പ്രായഭേദങ്ങളില്ല. പ്രായഭേദങ്ങൾ വെറും സാങ്കല്പികം മാത്രമാണ്. നമ്മുടെ മനസ്സാണ് നമ്മെ എല്ലാത്തിനും പ്രചോദിപ്പിക്കുന്നത്. ഈ അടുത്ത് ഞാൻ ഒരു വാർത്ത വായിച്ചപ്പോഴേ അതിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കണ്ണിന് ഉടനെ സർജറി ചെയ്യേണ്ടി വരും, കണ്ണ് കാഴ്ച പോകാറായി. ഇപ്പോ ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി തീരുമാനിക്കാൻ എനിക്ക് എന്തായാലും ഹിമാലയം കീഴടക്കണം, ഹിമാലയത്തിന്റെ മുകളിൽ എന്താണെന്നുള്ളത് കാണണം. അങ്ങനെ ഇപ്പൊ ആഫ്രിക്കയിൽ ഏതോ ഒരു പർവ്വതം ലോകത്തിൽ തന്നെ ഉയരം കൂടിയ പർവ്വതങ്ങളിൽ ഒന്നാണ്. അവിടെ എനിക്ക് കയറണം, അവിടെയൊക്കെ കാണണം, എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? പർവ്വതാരോഹണം തുടങ്ങിയാണ്. ആലോചിച്ച് നോക്കി. അപ്പോ നമ്മുടെ മൈൻഡാണ് അതിന് എല്ലാത്തിനെയും പ്രധാന കാരണം, വേറെ ഒന്നുമല്ല എന്നാണ് പറയുന്നത്. കുട്ടികളെയും അതേപോലെ ജിംനാസ്റ്റിക്കിൽ പ്രവർത്തിക്കുന്ന എന്താ പറയാ മൽപ്പിടുത്തക്കാരെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് പോലും പറയുന്നുണ്ട്. കുട്ടികൾക്ക് എങ്ങനെ കുട്ടികളുടെ ശേഷിയൊന്നും യഥാർത്ഥത്തിൽ ഒരു മൽപ്പിടുത്തക്കാരന്റെ ശേഷി പോലെയല്ല, മറിച്ച് മൽപ്പിടുത്തക്കാരൻ പോലും കുട്ടികളോട് താരതമ്യം ചെയ്യുമ്പോൾ മൽപ്പിടുത്തക്കാരൻ പോലും പരാജയപ്പെട്ടു പോകുന്നത് കുട്ടികൾ എപ്പോഴും എന്താണ്, അവർ മാനസികമായി എനർജറ്റിക് ആണ്. അപ്പൊ നമ്മൾ മാനസികമായി ഒന്നിൽ തൽപരരാണ്, അതിന് തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തു, അതെനിക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അതിലേക്ക് എത്താൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അറിവിന്റെ മസിലുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, വിജ്ഞാനത്തിന്റെ മസിലുകളൊന്നും അല്ലെങ്കിൽ അതിന്റെ ശേഷിയൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അപ്പോ കീപ് ഓൺ സ്റ്റഡിയിങ്, പഠിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാതെ നമുക്കതിന് തൗഫീഖ് നൽകട്ടെ, അത് പ്രയോജനപ്പെടുത്തുക. ഖുർആൻ വായിക്കുമ്പോൾ അതിന്റെ ആശയ തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പ്രേരകമാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله. والسلام عليكم ورحمه الله. السلام عليكم.